അപ്പോൾ രണ്ടാം ഘട്ട SIR-ന്റെ ഫോമൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്ത് നിലവിൽ നമ്മുടെ ഡ്രാഫ്റ്റ് ഇലക്ട്രൽ റോള് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. വരുന്ന ജനുവരി 22 വരെ നമുക്ക് പുതിയതായിട്ട് വോട്ടേഴ്സിനെ ചേർക്കുവാനും നിലവിൽ വോട്ടേഴ്സ് ID ഉണ്ടെങ്കിലും വോട്ടേഴ്സ് ലിസ്റ്റ് പേരില്ലെങ്കിൽ അത് ചേർക്കുവാനും അതുപോലെ പ്രവാസികൾക്ക് വോട്ട് ചേർക്കുവാനും നമ്മുടെ വോട്ടേഴ്സ് ID എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്തുവാനുമൊക്കെ ഓപ്ഷൻസ് നമ്മുടെ നാഷണൽ ഇലക്ഷൻ കമ്മീഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എങ്ങനെയാണ് പുതിയ വോട്ടേഴ്സിന്റെ വോട്ട് ചേർക്കുക എന്നുള്ളത് വിശദമായി ഈ വീഡിയോയിൽ കൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റ് ആകാശ സട്ടത്തുമല്ല. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീഡിയോ ആദ്യ അവസാനം വരെ കാണുക. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെ ഈ ഇലക്ട്രൽ റോളിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം, എങ്ങനെ പേര് ആഡ് ചെയ്യാം, ഇതിൽ ഓരോന്നിനും എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നാഷണൽ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ കയറുക. അതല്ല എങ്കിൽ ECINet എന്ന് പറയുന്ന നമ്മുടെ മൊബൈലുകളിലുള്ള ഒരു ആപ്ലിക്കേഷൻ നിലവിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുവഴി നമുക്ക് കയറാം. ഇത് രണ്ടിലും എളുപ്പമാണ്. ഫോണിൽ കൂടെയും നമുക്ക് ഏവർക്കും വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. ഈ വെബ്സൈറ്റിലോ ഈ ആപ്ലിക്കേഷനിലോ കയറിയതിന് ശേഷം അതിൻ്റെ ഏറ്റവും മുകളിൽ സെർച്ച് ബൈ ഇലക്ട്രൽ റോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് കയറുമ്പോൾ നമ്മുടെ കയ്യിൽ വോട്ടേഴ്സ് ID ഉണ്ടെങ്കിൽ നമ്മുടെ പേര് ഇതിനകത്തുണ്ടോ ഇല്ലയോ എന്നുള്ള നമുക്ക് ആ വോട്ടേഴ്സ് ID കൊടുത്തുകൊണ്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി അതില്ല എങ്കിൽ എങ്ങനെയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ പേര് ചേർക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള 18 വയസ്സ് തികഞ്ഞ ഏവർക്കും ഇപ്പോൾ പുതിയതായിട്ട് വോട്ട് ചേർക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷനും പാർലമെന്റ് ഇലക്ഷനും വോട്ടിടുന്നത് ഈ ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് വെച്ചാണെന്നുള്ളതായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ പുതിയതായിട്ട് വോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷനിൽ ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഫോം 6 ആണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യമായാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതെങ്കിൽ അതിൽ ആദ്യം തന്നെ കാണുന്ന ഓപ്ഷൻ യെസ് കൊടുക്കുക. താഴെ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു പേജിലേക്ക് നമ്മൾ കടന്നു പോകും. ഈ പേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് ആദ്യം സ്റ്റേറ്റ്, പിന്നെ ഡിസ്ട്രിക്റ്റ്, പിന്നെ നമ്മുടെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി, അതായത് ഏത് നിയോജക മണ്ഡലത്തിലാണ് നിങ്ങൾ പേര് ചേർക്കാൻ പോകുന്നത് അത് കൊടുക്കുക. തൊട്ട് താഴെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്തിനുള്ള പ്രൂഫ് ഏതാണോ അത് കൊടുക്കുക. ഇനി ഏതൊക്കെ തരത്തിലുള്ള ഡോക്യുമെന്റുകളാണ് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്തിന് പ്രൂഫായിട്ട് കൊടുക്കാൻ പറ്റുക എന്നും കൂടെ നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിലുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ്, ആധാർ, പാൻ കാർഡ്, അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ്, SSLC ബുക്ക്, അതുപോലെ ഇന്ത്യൻ പാസ്പോർട്ട്, ഇതെല്ലാം തന്നെ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനുള്ള ഒരു ഫയലായിട്ട് സ്കാൻ ചെയ്ത് ഈ ഒരു വെബ്സൈറ്റിനകത്ത് അല്ലെങ്കിൽ ആപ്ലിക്കേഷനകത്ത് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ ഇത് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എടുക്കുന്ന അല്ലെങ്കിൽ സ്കാൻ ചെയ്യുന്ന ആ കോപ്പിക്കകത്ത് സെൽഫ് അറ്റസ്റ്റഡ് എന്ന് എഴുതി ഒപ്പുകൂടെ വെച്ചിരിക്കണം. ഇനി അടുത്തതായി നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിൽ നമ്മുടെ കയ്യിലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്യുക. തൊട്ട് താഴേക്ക് നമ്മുടെ ജെൻഡർ, മെയിൽ, ഫീമെയിൽ ഓർ ട്രാൻസ്ജെൻഡർ എന്നുള്ളതുണ്ട്. അതിൽ ഏതാണോ അത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ പേരിന് തൊട്ട് താഴെ തന്നെ നമ്മുടെ പേര് ഏത് ലോക്കൽ ലാംഗ്വേജിലാണോ, അപ്പം കേരളത്തിലാവുമ്പോൾ അത് മലയാളം തന്നെയാണ്, മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ ആധാർ നമ്പർ കറക്റ്റായിട്ട് കൊടുക്കുക. അങ്ങനെ കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം താഴെ വരുമ്പോൾ നമ്മുടെ ഫോൺ നമ്പരും ഇമെയിൽ ID-യും കൊടുക്കണം. അതിൽ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ട്. വെരിഫിക്കേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിലേക്ക് OTP വരും. ആ OTP-യും കൂടെ അവിടെ കൊടുത്തുകൊണ്ട് ഇമെയിൽ ID-യും കൂടെ നമ്മൾ അതിനകത്ത് കൊടുക്കേണ്ടത് നിർബന്ധമാണ്. ഇനി അടുത്ത, അതായത് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ അടുത്ത ഓപ്ഷൻ വരുന്നത് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ റിലേറ്റീവിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ രീതിക്ക് നമ്മുടെ രക്ഷകർത്താവിൻ്റെ എല്ലാവരും അച്ഛൻ്റെ പേരാണ് കൊടുക്കാറ്, അമ്മയുടെ പേര് കൊടുക്കുന്നവരുണ്ട്. അതുപോലെ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ പെൺകുട്ടികൾ ഹസ്ബൻഡിന്റെ പേരും കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിന്റെ പേര് കൊടുക്കുക, മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് ആരാണ്, അച്ഛനാണോ അമ്മയാണോ ഹസ്ബൻഡാണോ വൈഫാണോ എന്നുള്ളതും അതിനകത്ത് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഉള്ള സ്റ്റെപ്പാണ് നമ്മുടെ അഡ്രസ്സ് വെരിഫിക്കേഷൻ ആണ്. അപ്പോൾ ആ സ്റ്റെപ്പിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ അഡ്രസ്സ് ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്ത് അതിനകത്ത് നമ്മുടെ മണ്ഡലം ഏതാണ് എന്നത്, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിയോജക മണ്ഡലം ഏതാണ് എന്നുള്ളത് വരെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഏറ്റവും താഴെ അഡ്രസ് പ്രൂഫ് ഏതാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അഡ്രസ് പ്രൂഫായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ട്. അതിൽ നമ്മുടെ വാട്ടർ കണക്ഷൻ ബില്ല് ആ അഡ്രസ്സിലാണ് വരുന്നതെങ്കിൽ അത് കൊടുക്കാൻ പറ്റും. അതുപോലെ ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗ്യാസ് കണക്ഷൻ ബില്ല് കൊടുക്കാൻ പറ്റും. ഇതെല്ലാം അവസാനം 1 വർഷത്തിനകത്തുള്ളതായിരിക്കണം എന്നുള്ളത് ഓർക്കുക. അതുപോലെ ആധാർ കാർഡ്, അതുപോലെ ഏതെങ്കിലും ഷെഡ്യൂൾഡ് അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലുള്ള നമ്മുടെ പാസ്ബുക്ക് കൊടുക്കുക. അതുപോലെ ഇന്ത്യൻ പാസ്പോർട്ട്, അതുപോലെ രജിസ്റ്റേർഡ് റെന്റ് ലീസ് ഡീഡ്, അതുപോലെ രജിസ്റ്റേർഡ് സെയിൽ ഡീഡ്, ഇവയെല്ലാം നമുക്ക് നമ്മുടെ അഡ്രസ് പ്രൂഫായിട്ട് സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും. ഇനി
മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കും. അതായത് 2002-2004 ഇലക്ട്രൽ റോളിൽ നമ്മുടെ രക്ഷകർത്താക്കളിൽ ആരാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് കൊടുക്കാനാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഡീറ്റെയിൽസും അവരുടെ ഇപിക് നമ്പർ, അതായത് നമ്മുടെ വോട്ടേഴ്സ് ഐ ഡി, അതായത് അച്ഛൻ്റെ അമ്മയുടെ വോട്ടേഴ്സ് ഐ ഡി നമ്പരും കൂടെ അതിനകത്ത് കൊടുക്കണം. അത് അറിയാത്തവരാണെങ്കിൽ തൊട്ട് താഴെ തന്നെ നമ്മുടെ പഴയ നിയോജക മണ്ഡലത്തിൽ ഇവരുടെ പേരുണ്ടോ എന്ന് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽസ് കൂടി സെർച്ച് ചെയ്താൽ കാണും. ഇനി അതല്ല, ഈ പറഞ്ഞ രക്ഷകർത്താക്കളുടെ ആരുടെയും വോട്ടേഴ്സ് ഐ ഡി നമ്മുടെ കൈവശമില്ല, അല്ലെങ്കിൽ മറ്റ് ഈ 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇവരുടെ പേരുണ്ടോ എന്ന് നമുക്ക് ഉറപ്പില്ല എങ്കിൽ നമ്മൾ തൊട്ട് താഴെ തന്നെ അങ്ങനെ ആരും ഇല്ല എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഏറ്റവും അവസാനത്തത് ഡിക്ലറേഷൻ ഫോമാണ്. അതായത് നമ്മൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും ശരിയാണെന്നും അങ്ങനെ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഡീറ്റെയിൽസിൽ എന്തെങ്കിലും ഒരു ഫേക്ക് ആയിട്ടുള്ളതുണ്ടെങ്കിൽ എനിക്കെതിരെ നടപടി എടുക്കാമെന്നുമുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്ത് ഡിക്ലെയർ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് ഫേക്ക് ആണെന്നോ മറ്റോ തെളിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പീപ്പിൾ റെപ്രസെൻറ്റേഷൻ ആക്ട് പ്രകാരം 1 വർഷം വരെ തടവോ അതുപോലെ തന്നെ പിഴയോ കൂടിയ ശിക്ഷ ലഭിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും വായിച്ചു നോക്കി ടിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സ് കഴിയും. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വെരിഫിക്കേഷന് പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ചാർജുള്ള ROയുടെ ഫ്രണ്ടിൽ ഹാജരാകാൻ വേണ്ടി നമുക്ക് നോട്ടീസോ ഈ പറയുമ്പോൾ ഫോണിൽ മെസ്സേജോ അല്ലെങ്കിൽ ഇമെയിലോ ഒക്കെ വരും. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കറക്റ്റ് ആയിട്ടുള്ള സാധനം തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. വോട്ടിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജന്മ അവകാശമാണ്. 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഇന്ത്യയിൽ വോട്ട് എന്ന് പറയുന്നത് ഒരു പവറായിട്ട് നമ്മൾ ഉപയോഗിക്കാനുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും 18 വയസ്സ് കഴിഞ്ഞ എല്ലാവരും ഈ പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക, വോട്ടേഴ്സ് ഐ ഡി കരസ്ഥമാക്കുക. വരുന്ന ഇലക്ഷനിൽ പങ്കാളിത്തം നേടിക്കൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിന്റെ തന്നെ ഭാവി മാറ്റുന്ന തീരുമാനങ്ങളിൽ പങ്കാളികളാവുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് പ്രവാസികളുടെ വോട്ട് ചേർക്കുന്നതെന്നും എങ്ങനെയാണ് വോട്ടേഴ്സ് ഐ ഡിയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തുന്നതെന്നുള്ള വീഡിയോയും പുറകെ വരുന്നുണ്ട്. എല്ലാവരും ഇത് എത്തിക്കേണ്ടവരിൽ എത്തിച്ചു നൽകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണും വരേക്കും ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റ് ആകാശ് സെട്ടത്തുമല. ഗുഡ് ബൈ.